അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഷാജൂസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹോം വ്ളോഗായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ചോദിച്ച പോലെ ഇന്നൊരു ഫാമിലി വ്ളോഗായിട്ടാണ് ഉമ്മച്ചിയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ പതിവ് പോലെ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ പാട്ടും പാടിയിട്ട്. കാണാക്കിനാവിൻ കനിയാകുമോ നീ, കാണും നിലാവിൽ മായാതെ മാഞ്ഞോ, മായാക്കിനാവിൻ മഴയാകുമോ നീ, മായാതെ മഴവില്ലിൻ കുടയായി മാറൂ. ആത്മാവിലെ ആനന്ദമേ ആരാരും അറിയാതെ കാക്കുന്നു ഞാൻ, ആളുന്നൊരീ തീനാളമായി അലയുന്നൊരരിവേനൽ പ്രണയാമൃതം. നീ എൻ നെഞ്ചിൻ പൊൻവാതിൽ മിന്നുന്നൊരഴകാർന്നു രലിവിൻ്റെ ഉയിരാകുമോ, നീ കനിവായി തെളിയുന്നൊരാകാശ ചെരുവിൽ ഞാൻ അലയുന്നൊരലയായിടാം. കാണാക്കിനാവിൻ കണിയാകുമോ നീ, കാണും നിലാവിൽ മായാതെ മാഞ്ഞോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫാമിലി വ്ളോഗാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗായിട്ട് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതരം ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്കൊക്കെ ഒരുപാട് ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഈ പൊതിച്ചോറ് എന്നുള്ളത്. ഞാൻ ഇന്ന് ഉമ്മയോട് പറയാം നമുക്ക് എന്താണെന്ന് ഇപ്പം ഉണ്ടാക്കുക വെച്ചാൽ ഉമ്മയോട് ഒരുപാട് ഐറ്റംസ് പറയാൻ കൂട്ടത്തിൽ പറഞ്ഞാണ് പൊതിച്ചോറ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളത്. നമുക്കൊക്കെ സ്കൂൾ ജീവിതത്തിൽ ഒരു 1980s അല്ലെങ്കിൽ 80s 90s സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവും ഈ പൊതിച്ചോറ് എന്താണെന്നുള്ളത്. 2000 വരെയൊക്കെയുള്ള കുട്ടികൾക്ക് അറിയാൻ സാധിക്കും. നമുക്കൊരു 2000 ശേഷമുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഈ പൊതിച്ചോറിനെ കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതുണ്ടാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമുക്കറിയാലോ വീട്ടിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഗൾഫുകാരാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ ക്യാഷുള്ള കുട്ടികളാണ്. പക്ഷെ എൻ്റെ ഒരു സ്കൂൾ കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ഒരു 1980s അല്ലെങ്കിൽ 2000 വരെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയിട്ടാണ് കഴിച്ചിരുന്നത്. അങ്ങനെ പോയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് ഈ പൊതിച്ചോറ് എന്നുള്ളത്. അതായത് ആ പൊതിച്ചൊരു വാഴല വാട്ടിയിട്ട് അതിനകത്ത് ചോറും കറികളും ചമ്മന്തിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ആ പൊതി ഇങ്ങനെ അഴിച്ചിട്ട് ആ അഴിച്ചെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു സ്മെല്ല് വരാനുണ്ട്. കാരണം ഇത്രത്തോളം സാധനങ്ങൾ ചൂടോടെ കെട്ടിവെച്ചിട്ട് അതിൻ്റെ ഒരു പുഴുങ്ങിയൊരു സ്മെല്ല് ഈ ചമ്മന്തിയും അച്ചാറും പപ്പടവും അല്ലെങ്കിൽ മുട്ട പൊരിച്ചൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമുക്ക് ഭയങ്കര ഒരു ഗൃഹാതുരത്തിൽ കൊണ്ടുവന്ന ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ലാണ് ആ പൊതിച്ചോറിന്. അപ്പോൾ നമ്മൾ ഇന്ന് അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമ്മൾ നേരിട്ട് ആ പൊതിച്ചോറിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് ഉമ്മച്ചിയുടെ മേൽനോട്ടത്തിൽ എൻ്റെ പെങ്ങളാണ് ഉണ്ടാക്കുന്നത്, മുബീന ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പൊതിച്ചോറ് കാണാം. അതിന് മുമ്പായിക്കൊണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് വ്ളോഗിൽ നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ മോൻ എവിടെ എന്നുള്ളത്. ഇന്ന് മോനെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. മോൻ്റെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ള അവൻ്റെ ക്ലാസ്മേറ്റ്സ്, അതായത് അവന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, അലിയും അജ്മലും. അവർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നല്ല ഒന്നാന്തരം ആർട്ടിസ്റ്റുകളാണെന്നുള്ളത്. അപ്പോൾ അവർ മോൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു പെയിൻറ്റിങ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം, അവർ വന്നതും അതിൻ്റെ വിശേഷങ്ങളും കാണാം. എന്നിട്ട് നമുക്ക് നേരെ ആ പൊതിച്ചോറിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷാജൂസ് കോർണർ.
നമ്മുടെ ആ ഒരു പൊതിച്ചോറ് നമ്മള് കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതിച്ചോറിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മളിതേ ഇപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ പെങ്ങളുമാണ്. പെങ്ങള് രാവിലെ വന്നാണ്. ഉമ്മച്ചിയോടെ ഉണ്ട്. ഉമ്മച്ചിന്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഉമ്മച്ചി ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. ഉമ്മച്ചി ഇത് എവിടെ മാറി വെക്കുന്നുണ്ട് ആ സൈഡില്. നമ്മളിപ്പോ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള അതിന്റെ ഇൻഗ്രീഡിയൻസസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്കറിയാലോ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പൊതിച്ചോറ് സെറ്റ് ചെയ്തു. മുമ്പൊക്കെ നമ്മൾ സ്കൂളിൽ പോയ സമയത്ത് ഉമ്മച്ചി പെട്ടെന്നൊരു വാഴയില വാട്ടി കുറച്ച് ചോറൊക്കെ ഇട്ട് അതിൽ കുറച്ച് ചമ്മന്തി പിന്നെ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാവും. ഇന്നത്തെ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ വളരെ ലക്ഷറി ആയിട്ടുള്ള പൊതിച്ചോറാണ്. കാരണം നമ്മൾ പല വീഡിയോസും കണ്ടിട്ട് പൊതിച്ചോറിന്റെ അതിനകത്ത് ഇറച്ചി, മീന്, മുട്ട അതുപോലത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതൊരു പക്ഷെ വീഡിയോക്ക് ഒരു കൊഴുപ്പിട്ടിട്ട് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിന്റെ നമുക്ക് നോക്കാം. പൊതിച്ചോറിൽ ആദ്യം വേണ്ടത് ചമ്മന്തിയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പൊ നോക്കാം എന്തൊക്കെയാണ്. അതായത് നമ്മള് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണിത്. ഇത് ഉണക്കച്ചെമ്മീന് വറുത്തത്, ഉണക്കമുളക് വറുത്തത്, കരിവേപ്പിൻ്റെ ഇല, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ചെറിയ ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ മാങ്ങയുണ്ട് കേട്ടോ. വീട്ടിലുണ്ടായ മാങ്ങയാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മൂവാണ്ടം മാങ്ങയാണ്. അത് ചെറുതായിട്ടൊന്ന് ഒരു ചുമന്ന കളറായിട്ടില്ലേ, ചെനച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ സംബന്ധിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അടുത്തത് പയറ് ഉപ്പേരി. നമ്മള് നല്ല പച്ച പയറ് ഉപ്പേരിയാണ്. അത് പിന്നെ എങ്ങനെ മെഴുക്കുരട്ടിയാണോ? തേങ്ങ ചതക്കാതെ വെറും ഉള്ളി എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലിട്ടിട്ട് വെറുതെ ഒരു ഉപ്പേരി. അപ്പൊ രണ്ടാമത്തത് നമ്മള് പയറുപ്പേരിയാണ്. പിന്നെ അടുത്തത് ബീട്രൂട്ടും ക്യാരറ്റും തോരൻ. ഇത് തേങ്ങയൊക്കെ ചതച്ചിട്ട് തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് വെക്കാനാണ്. അപ്പൊ ഈ അടുത്തത് പിന്നെ കുട്ടികളെ കൂട്ടൂല. അപ്പൊ ഇങ്ങനെ പൊതിച്ചോറാക്കിയാല് കൂട്ടുന്നുള്ളതിലാണല്ലേ. ബീട്രൂട്ടും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തോരനാണ്. അതിന് കൂട്ടാനുള്ള ഒരു തേങ്ങ അരച്ചതും പിന്നെ പച്ചമുളകും അല്ലെ, ഇത് കൂട്ടിയിട്ടുള്ള ഒരു തേങ്ങ ഇട്ടിട്ടുള്ള ഒരു തോരനാണ്. പിന്നെ അടുത്തത് പിന്നെ മീന് 2 തരം മീനുണ്ട് അല്ലേ. മത്തിയുണ്ട്, 2 തരം മീനുണ്ട്. മത്തി ചെറിയ മത്തിയാണ്. മത്തിയുണ്ട്. പിന്നെ നല്ല കുറച്ച് വലുപ്പമുള്ള അയിലുണ്ട്. അപ്പൊ ഇത്ര അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു പൊതിച്ചോറാണല്ലേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പൊ പെങ്ങൾക്ക് നിർബന്ധമായിരുന്നു അറിയില്ല പൊതിച്ചോറ് എന്താണെന്നുള്ളത്. അറിയില്ല. അല്ലല്ല ഒരു എന്താണെന്നില്ല ആകാംക്ഷയുടെ കാത്തിക്കാണ് പൊതിച്ചോറ്. എല്ലാരും പറഞ്ഞിട്ട് ഉമ്മ അവിടെ ഇല്ല എന്നുള്ളത്. ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മാന്റെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത്. ഉമ്മ വീഡിയോക്ക് ഞാൻ അഭിനയിക്കില്ല അറിഞ്ഞൊക്കെയാണ്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാനുള്ള അതിന്റെ തയ്യാറെടുപ്പിലാണ്. നമ്മള് എണ്ണ ഒഴിച്ചു. ഇതെന്തിനുള്ളതാണ്? ഇത് പയറുപ്പേരി, ഇത് ബീട്രൂട്ട് തോരൻ. അതെ, ബീട്രൂട്ട് തോരനും പയറുപ്പേരി നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. കുറച്ച് വേവ് വേണ്ട സാധനം ആയതുകൊണ്ട്, മറ്റേതൊക്കെ ചതച്ചെടുക്കേണ്ടതായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴിയില്ലേ. അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പണ്ടൊക്കെ അമ്മാരൊക്കെ ഇത് ഇങ്ങനെ കല്ലുമട്ടിയാണ് ഉത്തിയെടുക്കലേന്. ഇപ്പൊ കല്ലുണ്ടല്ലോ അരച്ചുകൂടി നമുക്ക് കല്ല് ഇവിടെ വലിയൊരു കല്ലവരോട് വാങ്ങിച്ചത് അമ്മിക്കല്ല. അതൊക്കെ ഇവിടെ പുരാവസ്ഥയിൽ കിടക്കണം ഇപ്പൊ. പണ്ട് ഹോട്ടലുണ്ടാകുമ്പോ അമ്മ അരി ഇടിച്ചലും അരക്കലും തന്നെ ഇനി. അവിടെ നല്ല മാങ്ങ, ചെമ്മീന്, ഉണക്കച്ചെമ്മീൻ, അതുപോലെ തേങ്ങ അല്ലെ, തേങ്ങ, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി, ചെറുള്ളി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ തേങ്ങാ ചമ്മന്തി. റെഡിയോ
ബീറ്റ്റൂട്ട് ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല കടുകൊക്കെ വറുത്തിട്ടുള്ള ഇത് പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എന്താ അവിടെ ഉണ്ടാക്കണത്? നമ്മള് ഈ പൊതിച്ചോറ് കഴിച്ചിക്കണോ? അത് കഴിച്ചിട്ടില്ല. എന്താ പൊതിച്ചോറ് പറഞ്ഞാല്? ഓലന്റെ ഉള്ളിലോ? ഓലന്റെ ഉള്ളിലോ വാഴന്റെ ഉള്ളിലോ? റിഫു കഴിച്ചിക്കണോ? റിഫു പൊതിച്ചോറ് കഴിച്ചിക്കണോ? ഇല്ല. അപ്പൊ അതേ നല്ല നാടൻ കുഞ്ഞൻ മത്തി ഇങ്ങനെ പൊരിക്കുകയാണ് നമ്മള്. നല്ല സ്മെല്ലാട്ടോ. അവിടെ നിൽക്കുമ്പോ കൺട്രോൾ പോകുന്നുണ്ട്. കാരണം നല്ല വെളിച്ചെണ്ണയില് മീൻ പൊരിക്കണ സ്മെല്ലുണ്ടല്ലോ. അവിടെ ഒന്നര സ്മെല്ലാണ്. ഇതിനെ പെങ്ങളെ പൊടിക്കയ്യണുണ്ടല്ലേ? കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. നല്ല വലുപ്പമുള്ള അയിലകളാണ്. നല്ല അല്ലേ? കുറേ ദിവസം കഴിച്ചാൽ അയില അങ്ങനെ നല്ല വെന്ത് കിട്ടുന്നത്. ഇല പൊതിച്ചോറിന്റെ അവസാനത്തെ ഇതിലേക്ക് കിടക്കുകയാണ്. ഇല ഗ്യാസ് വെച്ച് വാട്ടിയെടുക്കുകയാണ്, വാഴയില. അപ്പൊ നമ്മള് കുറച്ചു നേരമായിട്ട് ഇതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. ഇപ്പൊ നമ്മളെ പൊതിച്ചോറിന്റെ ഒരു ഏകദേശം ഐറ്റംസ് ഒക്കെ റെഡിയാണ്. നല്ല ചോറ്, പിന്നെ ബീറ്റ്റൂട്ടിന്റെ ഉപ്പേരി, ബീറ്റ്റൂട്ട് ക്യാരറ്റ് ഉപ്പേരി, പിന്നെ അച്ചാറ്, നല്ല മാങ്ങച്ചാറ്, പിന്നെ ഇത് മുട്ട പൊരിച്ചാണ് ഓംലെറ്റ്, പിന്നെ പയറുപ്പേരി, പിന്നെ നമ്മളെ മാങ്ങ ഉണക്ക ചെമ്മീന്, അതുപോലെ തേങ്ങയൊക്കെ ഇട്ട് അരച്ച ഉണക്കമുളക് അരച്ച ചമ്മന്തി, പിന്നെ നല്ല നാടൻ മത്തി വറുത്തത്, പിന്നെ ഇവിടെ അയല. കാരണം ചില കുട്ടികളിൽ ചില ആൾക്കാർ മത്തി കൂട്ടൂല, അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി അയല ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ പൊതിച്ചോറിന്റെ ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ പൊതിച്ചോറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങള്. ഇപ്പൊ നമ്മളിനി ഇത് പിന്നെ ഒരു വാഴയിലൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചൂടാക്കിയതൊന്നും അതിന്റെ ആ ഒരു പച്ചപ്പ് പോകാൻ വേണ്ടി വാട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പാക്ക് ചെയ്യാണ്. പാക്ക് ചെയ്യുന്നത് പെങ്ങളാണ്. അപ്പോൾ കാണിച്ചു എങ്ങനെ ഇത് പാക്ക് ചെയ്യാന്നുള്ളത്. ആദ്യം നമുക്ക് ചോറിടാം. ഇതിപ്പോ വലിയ ആൾക്കാർക്കുള്ളതാണ്, കുട്ടികൾക്ക് ഇത്രയൊന്നും ആവശ്യമുണ്ടല്ലോ ചോറ്. ചമ്മന്തി നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് അതൊരു സൈഡിൽ വെച്ചു. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ, പയർ ഉപ്പേരി. ഉപ്പേരികളൊക്കെ കുറച്ച് ഇട്ട് എടുക്കണുള്ളൂ, കുട്ടികൾ കഴിക്കൂലല്ലോ പച്ചക്കറികളൊന്നും. ഞങ്ങൾ പഠിപ്പിച്ചതിന്റെ ഗുണമാണ്. പിന്നെ മീൻ തരും, 4 മീൻ ചെറുത്, മാങ്ങ അച്ചാറ്, പപ്പടം പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. കുട്ടികൾക്ക് ചോറ് എടുത്താൽ ആദ്യം പപ്പടമാണ് വേണ്ടിയത്. അപ്പൊ നമ്മള് പപ്പടം വെച്ച് എന്തായാലും ഇത് എടുക്കുമ്പോൾ പപ്പടം ആകെ അലിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ നല്ല രസം അങ്ങനെ കഴിക്കാൻ അല്ലേ? അങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പപ്പടം. നമ്മളിനി അത് പൊതി ഇതാക്കുകയാണ്. പെങ്ങൾക്ക് ഇത് പൊതിച്ചല്ലേ പരിചയത്തെ. അപ്പം മമ്മി വന്നു, മമ്മിയുടെ ഭാഗമായിട്ടുള്ള പൊതിച്ചിലാണ്. അതാണ് മൂത്തവരൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യം, അല്ലാതെ പോലെ തന്നെ ചെയ്യണം. പെങ്ങൾ തോറ്റ് പിന്മാറി വെച്ചത് ഉമ്മച്ചി ആണ് പൊതിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ പൊതി റെഡി ആയിട്ടുണ്ട്. റിഫുവിന് കുറച്ച് പനിയാണ്, അതുകൊണ്ടാണ് അവൾ വല്ലാതെ ആക്റ്റീവ് അല്ലാത്തത് അല്ലേ? അപ്പൊ നമ്മുടെ പൊതിച്ചോറ് ഇത് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഇപ്പോ ഒരു 3-4 പൊതി ആക്കി നമ്മള്, ബാക്കിയുള്ള ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ചൂടുള്ള ചോറും നമ്മളെ കറികളൊക്കെയാണ്. അപ്പൊ ഇത് ഈ സാധനം ഇതിൽ കിടന്നിട്ട് ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ വെക്കണം. അപ്പൊ നന്നായിട്ട് ഇതൊന്നും ഇങ്ങനെ ഈ കറികളും ചോറൊക്കെ തമ്മിൽ ഒന്നിങ്ങനെ അതിന്റെ ഇതൊക്കെ ഇറങ്ങി നന്നായിട്ട് മിക്സ് ആയിട്ട് വേണം ഇത് പൊതിഞ്ഞ് അഴിച്ചെടുക്കാൻ. ഓരോ പൊതികളായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. കുട്ടികൾക്കുള്ളതൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ അതേ അടുത്തത് ഇങ്ങനെ ഉണ്ടോ വീണ്ടും നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാർക്കുള്ള പൊതിയ റിഫോ? റിഫിന്റെ ചോറ്റും പൊതി റിഫിനെ കൊണ്ടുപോയിക്കും. അവിടെ ഒരു പല്ല് പോയതാണ് എല്ലാരും. അവളെ മേത്ത് ഗേറ്റ് വീണ്ട് പോയതാണ്. ഇതേ കൊടുത്തേക്കത്. ഇത് റിഫുവിന്റെ അല്ലേ? ഞാനൊക്കെ വേണ്ട റിഫു. നമ്മൾ ഈ പൊതികളൊക്കെ വെച്ചതിന് ശേഷം നമ്മളൊരു 3 മണിക്കൂർ ചുരുക്കിയാക്കുന്നത്. ഇപ്പൊ സമയം ഒരു 11 മണിയായി. നമ്മളിനി ഒരു 2 മണിക്കാണ് കഴിക്കാൻ ഉദ്ദേശിച്ചത്. വെള്ളിയാഴ്ചയാണ്. അപ്പൊ പള്ളിയിലൊക്കെ പോയി എന്നിട്ട് നമ്മൾ ഒരുമിച്ചത് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോ ബാക്കിയുള്ള കാഴ്ചകൾ നമ്മൾ ഇത് തുറക്കുമ്പോ കാണാം. അപ്പൊ നമ്മൾ കുറച്ച് ഇപ്പൊ ഏകദേശം 3 മണിക്കൂറായി ഈ സാധനം കെട്ടി വെച്ചിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നു. ഇങ്ങനെ ഇത് അഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്ല കുട്ടികളൊക്കെ റെഡിയാണ്. നമ്മളിന്ന് കുറച്ച് പനി ആയതുകൊണ്ട് റിഫൂന് കുറച്ച് ക്ഷീണുണ്ട് അല്ലേ? നമ്മളെ കണ്ണും പുറമൊക്കെ ഇങ്ങനെ കുറച്ച് ഇതായിട്ടിങ്ങനെ നമ്മൾ അഴിച്ചു നോക്കല്ലേ പൊതിച്ചോറ് നയിച്ചോളി. ബിസ്മില്ലാ അഴിച്ചോളി. ആ അവളെ അഴിച്ചു നോക്കാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാവ്, എന്താ സ്മെല്ലുണ്ടല്ലോ. ഒരു 1.5 സ്മെല്ലാണ്. സ്കൂളത്തെ നമ്മളെ ഫീലിങ്ങിന് വരികയാണ്. ഇത് ഇപ്പൊ അഴിച്ചു വെച്ചു. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിപ്പോ നമ്മളെ മുട്ട എല്ലാം ഉണ്ടല്ലേ, പപ്പടം നന്നായിട്ട് അലിഞ്ഞതായിട്ടുണ്ട്. അതാണ് അതിന്റെ രസം. പിന്നെ ചമ്മന്തി ഉണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ചമ്മന്തി എടുക്കാം. പിന്നെ കുറച്ച് പയറ്, പിന്നെ എന്താ പെരി നല്ലോണം കുഴക്കാം. കഴിച്ചോ റിഫു? ഇങ്ങനെ കുഴച്ച് കുഴക്ക്. ഇതിങ്ങനെ ശരിക്ക് ഇതിങ്ങനെ ആക്കട്ടെ. ഞാൻ സാധാരണ ഇവിടെ ടച്ച് ചെയ്യാറില്ല കഴിക്കുന്നത്. പക്ഷെ ഇങ്ങനെയാണ് എല്ലാരും കഴിക്കല്ലേ അല്ലേ? കുറച്ച് ഇതെടുക്കുക. അച്ചാറുണ്ട്. അടിപൊളിയാണ്. പപ്പടച്ചാർ കിട്ടിയിട്ടില്ല. ആ ഇവിടെ ഈ പപ്പടച്ചാറിലുള്ള അവിടെ പോയി. എന്താണ് തിന്നത്? എന്താണ് പൊതിച്ചാറോ? ഇവിടെ വേറെ സാധനം വെച്ചുണ്ടോ? ഇതിൽ പെടാത്താണ്. ഇത് ഇന്ന് പെങ്ങളെ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂവൻകോഴിനെ അറുത്താണ് കരച്ചത്. അപ്പൊ ഇതിലേക്കുള്ള ഒരു കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ടില്ല. നല്ല നാടൻ കോഴീന്റെ വരട്ടാണിത്. പിന്നെ ഞങ്ങളെ വീട്ടിലെ ഉമ്മച്ചിന്റെ സ്പെഷ്യൽ ഇത് മുരിങ്ങ താളിപ്പ്. മുരിങ്ങ അങ്ങനെ നന്നായിട്ട് താളിച്ച് വെച്ചിട്ടുണ്ട്. പൊതിച്ചോറ് ഇതൊക്കെ ഉള്ളേ മുട്ട, ചമ്മന്തി. അപ്പൊ ഇത് ബാക്കിയുള്ളത് കഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. കണ്ടോ നല്ല ഇതെടുത്ത് കുറച്ച് ആദ്യം കുറച്ച് ചമ്മന്തി എടുക്കണം. എന്നിട്ട് കുറച്ച് മീന്, പിന്നെ മുട്ട എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് മൊത്തത്തിൽ വേണം ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് കൈ കൊണ്ട് നല്ല തന്നെ. ശരിക്കും നമ്മളിങ്ങനെ കഴിക്കാറില്ലല്ലോ. ഉള്ളം കയ്യിൽ ചോറ് കെട്ടുന്ന ആർക്കും തട്ടൂല. പക്ഷെ ഇതിപ്പോ എങ്ങനെ വേണം കഴിക്കാന്ന് പറഞ്ഞത്. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് നമ്മുടെ വീട്ടിലെ പൊതിച്ചോറിന്റെ വിശേഷങ്ങളും ആ പൊതിച്ചോറിന്റെ റെസിപ്പി, അത് ഉണ്ടാക്കുന്ന രീതിയും, അതുപോലെ തന്നെ മോന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന കുറച്ച് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ പതിവ് പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം കമന്റൊക്കെ രേഖപ്പെടുത്തുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കണ്ടുകൊണ്ടുവരെ സൈനിങ് ഓഫ് ഫ്രം ഷാജൂസ് കോർണർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.